കൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ തേങ്ങ ചിരണ്ടാൻ നമുക്ക് നല്ല പാടായിരിക്കും. അപ്പം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഞൊടി ഇടയ്ക്കുള്ളിൽ ചിരണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അതിന് ഞാനിവിടെ നമ്മളുടെ ചിരവി ഉപയോഗിച്ചിട്ടില്ല, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. തേങ്ങയില്ലാത്ത കാര്യം മലയാളികളെ നമുക്ക് ആലോചിക്കാനേ വയ്യ അല്ലേ. തേങ്ങ ചിരണ്ടി എടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. വയസ്സായവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവർക്കും ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമുക്ക് പൊട്ടിക്കുന്ന ആദ്യമായിട്ട് നോക്കാം. അതിൻ്റെ ആ ഒരു 3 കണ്ണുള്ള ഭാഗത്ത്, ബഡ്ജായിട്ടിരിക്കുന്ന ആ കണ്ണിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ വാക്കത്തി വെച്ചിട്ട് വെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊട്ടിക്കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ബലമുള്ളൊരു കത്തിയാണ്. നമുക്ക് ആ കത്തി വെച്ചിട്ട് നമ്മളുടെ തേങ്ങയുടെ ആ മുറിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണേ. നമുക്ക് ആ തേങ്ങയിലേക്ക് ഒന്ന് കൊത്തിയ പോലെ വെച്ചിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മളുടെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, തേങ്ങ നമുക്കെങ്ങനെ ദീർഘകാലം സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളത്. അതിന് വളരെയധികം നല്ല റെസ്പോണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ നുറുക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ഒരു ജാറാണ്. മിക്സിയിലിട്ടിട്ട് നമുക്ക് ജാറിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ തേങ്ങ കഷ്ണങ്ങളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2-3 തവണയൊന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതിയാകും കേട്ടോ. അപ്പം തന്നെ നമ്മളുടെ തേങ്ങ നല്ല രീതിയിൽ നമുക്ക് ചിരണ്ടി എടുക്കുന്നതിനേക്കാൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളാണ്. ഒരു തേങ്ങയല്ല, എത്ര തേങ്ങ വേണമെങ്കിൽ നമുക്കിതുപോലെ മിനിറ്റുകൾ കൊണ്ട് ചിരണ്ടി എടുക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.